സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പിയുടെ വാർഡിൽ BJPക്ക് പരാജയം. ഇപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെത്രയൊക്കെ രീതിക്ക് ആത്മാർത്ഥം എടുത്താലും നമുക്ക് തിരിച്ചു കിട്ടണമെന്നില്ല. പെട്ടെന്നായിരിക്കും നമ്മളെ തള്ളിക്കളയുന്നത്. ഇതുപോലെ അനുഭവം, സെയിം അനുഭവം എൻ്റെ ഈ വാർഡിൽ നടന്ന സംഭവം ഉണ്ടായി. കാരണം പുള്ളി BJP എന്ന് പറഞ്ഞാൽ മരിക്കും. BJP എന്ന് പറഞ്ഞ പാർട്ടിക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും ഇലക്ഷനിൽ ഒരു കുടുംബം എങ്ങനെ നോക്കണോ അതുപോലെ പാർട്ടിയെ കൊണ്ടുവിടുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് ആ പ്രാവശ്യം ആ ചേട്ടന് ഇതുപോലെ സീറ്റ് കൊടുത്തില്ല. സീറ്റ് കൊടുക്കാൻ നിന്നിട്ടും പുള്ളി സ്വതന്ത്രനായിട്ട് മത്സരിച്ചു, ആത്മഹത്യ ചെയ്യാനൊന്നും പോയില്ല. പുള്ളി എന്നിട്ട് ഇപ്പോഴും BJPക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ ഏത് പാർട്ടിയിലായാൽ പോലും നല്ല ആത്മാർത്ഥയോട് പണിയെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്കൊരു സീറ്റ് കൊടുക്കുക. അയാൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമല്ലേ, അപ്പോൾ അയാൾക്കൊരു സീറ്റ് കൊടുക്കുക. അയാളെ അവഗണിക്കരുത്. ഇത് നമ്മൾ മറ്റും പാർട്ടിയുടെ ബേസ് ചെയ്ത കാര്യമല്ല ഞാൻ പറയണത്. നമ്മളെന്ത് കാര്യത്തോടും ഏത് വ്യക്തികളോടായാലും കുടുംബത്തോടായാലും അല്ലെങ്കിൽ പ്രണയിനിയോടായാലും അല്ലെങ്കിൽ കൂട്ടുകാരോടൊക്കെ ആയാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ ഏത് നേരം അവർ കൂടെ ഉണ്ടാകുമ്പോൾ അവർ ഒരു സമയം നമ്മളെ അവഗണിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളാകെ തകർന്നു പോകും. ഈ പാർട്ടിയുടെ ബേസ് കാര്യമായിട്ടല്ല ഞാൻ പറഞ്ഞത്, അല്ലാത്ത കാര്യത്തിൽ. അപ്പോൾ അത് ഒരുപാടൊന്നും ആത്മാർത്ഥമായിട്ടും പ്രവർത്തിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരുപാട് ഇങ്ങനെ പ്രവർത്തിക്കരുത്. നമുക്ക് വേണ്ടി കുറച്ച് സമയം കിട്ടണം. നമ്മളെപ്പോഴും ആൾക്കാർ തള്ളിക്കളയുന്നതെന്ന് പറയാൻ പറ്റില്ല. ഈ പാർട്ടിയുടെ ബേസായിട്ടേ അല്ല പറയണത്, പൊതുവായിട്ടുള്ള കാര്യം തന്നെയാണ് പറയണത്. അപ്പോൾ നമുക്കൊന്നും പ്രതീക്ഷിക്കരുത്. ഒന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് പോകും. അപ്പോൾ അദ്ദേഹത്തിന് അത് മുൻകൂട്ടി അദ്ദേഹത്തിന് ഈ ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ, ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നമ്മളോടൊപ്പം ജീവിച്ചിരുന്നേനെ. ഒരു പാർട്ടിക്ക് ഒരു രീതിയിലും ആരെയും വിശ്വസിക്കരുത്, വിശ്വസിച്ച് സേവനം നടത്തി കഴിഞ്ഞാൽ നമ്മളെപ്പോഴാണ് തള്ളിക്കളയെന്ന് പറഞ്ഞാൽ നമ്മൾ തകർന്നു പോകും. ഒരുപാട് ആത്മാർത്ഥം കാണിക്കരുത് മനസ്സിൽ. അത് അനുഭവം ഉള്ളതാണ്, അതുകൊണ്ടാണ് പറയണത്.